ഇത് നമ്മുടെ ക്യാമറാമാൻ ഉണ്ട്, ഇതുപോലെ എടുക്കുന്ന പ്രസംഗങ്ങൾ, ഉസ്താദുമാരുടെ പ്രസംഗങ്ങൾ പിടിക്കുന്ന തൃശ്ശൂരിലുള്ള ഒരു ചെറുപ്പക്കാരനോട് വന്നിട്ട് ഈ പറമ്പിൽ പീടികയിലുള്ള അസ്കർ അലി എന്ന് പറയുന്നവൻ പറഞ്ഞു, ഇക്ക എന്നെയും കൂടെ ഒന്ന് രക്ഷപ്പെടുത്തണം, എന്റെ പ്രസംഗം ഒന്ന് പിടിച്ചിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് ഇട്ട് എന്നെയും കൂടെ ഒന്ന് സ്റ്റാറാക്കി തരണമെന്ന് പറഞ്ഞോനെ. ഇപ്പൊ അമ്രതായ മുടി മുളയ്ക്കാത്ത അവനെ കൊണ്ട് നടക്കുക എക്സ് മുസ്ലിം. ഞാൻ പറയുന്നു, എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ബഹളം വെക്കണ്ട. അവരാ പറയാതെ പറഞ്ഞിരിക്കുന്നു ഇസ്ലാം നല്ലതാണെന്ന്. ഇവിടുത്തെ മുൻ MLA വന്നാൽ നിലവിൽ ഇപ്പൊ ഏതെങ്കിലും ബോർഡിന്റെ ഉദ്യോഗസ്ഥനായിരിക്കും, ബോർഡിന്റെ അധ്യക്ഷനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഒക്കെ നേതാവായിരിക്കും. മുമ്പ് MLA ആയിരുന്നു. അയാൾ ഇവിടെ വരുന്നെങ്കിൽ നോട്ടീസിൽ എന്താ പേര് വെക്കുക? ബോർഡ് മെമ്പർ എന്നല്ല, XMLA എന്നാ വെക്കുക. അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ നിലവിലുള്ള ബോർഡ് സംവിധാനങ്ങളൊന്നുമല്ല, ഇതിന് മുമ്പുണ്ടായിരുന്ന MLA പദവിയാണ് നല്ലത്. അതുകൊണ്ട് എക്സ് മുസ്ലിം അല്ല, XMLA. മുൻ മന്ത്രിയാണെങ്കിൽ നമ്മൾ വെക്കുക നിലവിൽ MLA ആണ് എങ്കിലും നമ്മൾ ബഹുമാനത്തോടുകൂടി വെക്കും. MLA-ക്കാളും വലിയ പദവിയാ മന്ത്രി പദവി. അതുകൊണ്ട് തന്നെ എക്സ് മിനിസ്റ്റർ എന്ന് വെക്കും. മുൻ മന്ത്രിയാന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അദ്ദേഹത്തെ പരിചയപ്പെടുത്തും. ഇത് തന്നെയല്ലേ അവര് ചെയ്യുന്നത്. ഇപ്പൊ നിലവിലുള്ള സംവിധാനങ്ങളൊക്കെ വെറുതെയാണ്. എക്സ് മുസ്ലിം, ഞാൻ ഒരു മുൻ മുസ്ലിം ആണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇസ്ലാം മാത്രം നല്ലതുള്ളതല്ലേ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അവരിത് പറയുമ്പോൾ നമുക്ക് വിഷമമൊന്നും തോന്നണ്ട. പരിശുദ്ധമായ ഇസ്ലാമിനെ ആരൊക്കെ കുരച്ചാലും എവിടെയൊക്കെ എന്തു പറഞ്ഞാലും ഞാൻ പറയാണ്, പട്ടാപ്പകല് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ ഒരു ഓലക്കീറെടുത്തിട്ട് അതിങ്ങനെ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ബുദ്ധിയില്ലാത്ത ഒരുത്തന്റെ പ്രവണത മാത്രമേ ഉള്ളൂ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ. പിന്നെ സോഷ്യൽ മീഡിയ സജീവമായപ്പോ കോവിഡില് വൈറസ് പരന്നപ്പോൾ ആ കോവിഡിനോടൊപ്പം പടർന്ന വുഹാനിലെ മീൻ കച്ചവടക്കാരുടെ കൊട്ടയിൽ നിന്നല്ല ഈ വൈറസ് പടർന്നത്. ഏത് വൈറസ്? നാസ്തികവാദം, നിരീശ്വരവാദം. ഇപ്പൊ നിരീശ്വരവാദികൾ കൂടുതലാണ്. അല്ല എന്തിന്, നബി എന്തിന്, പള്ളി എന്തിന്, പള്ളിക്കൂടത്തിന് ചോദിക്കുന്ന ആളുകൾ കൂടുതലാണ്. അതിൽ 99% ഒന്നുകിൽ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ഐഡിയിലുള്ള ഫേക്ക് ഐഡികൾ. ഇത് കണ്ടൊന്നും ഇസ്ലാമിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ഒരുത്തം കെട്ട ഏതെങ്കിലും ഒരുത്തം ചാടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ടോണി ബ്ലെയറിന്റെ കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ട് വരും. ഇവിടെ ഏതെങ്കിലും ഒരു തലതിരിഞ്ഞത് ചാടിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ബറാക് ഹുസൈൻ ഒബാമയുടെയോ ജോസഫ് ബൈഡന്റെയോ ഡൊണാൾഡ് ട്രംപിന്റെയോ ഒക്കെ കുടുംബത്തിൽ നിന്ന് 5 എണ്ണം ഇങ്ങോട്ട് വരും. ബുദ്ധിയുള്ളവരും ചിന്തിക്കാൻ കഴിവുള്ളവരും സമൂഹത്തിൽ വിലയും നിലയുമുള്ളവരും ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ട് ശബരിമല ഫാത്തിമയെ പോലെ അതുപോലെ തന്നെ പലരും ഇസ്ലാമിലേക്ക് വരും. ഇവിടെ എത്ര ഫാത്തിമ ചാടിയാലും കുഴപ്പമില്ല, അവിടെ നിന്ന് ഒരെണ്ണം മതി. അള്ളാഹുവിന് ഈ മതത്തിന് ആളെ കൂട്ടിയിട്ട് കോളനി വെച്ചു കൊടുത്ത്, ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്ത്, കിണർ കുത്തിക്കൊടുത്ത്, അത് കല്യാണം നടത്തി കൊടുത്ത്, ഒരു മിസ് കോൾ അടിച്ചിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്ന മതമൊന്നും അല്ല പരിശുദ്ധ ഇസ്ലാം. ഇതിൽ കുറച്ചാള് മതി. കാരണം എന്താ? നരകത്തില് ഭൂരിപക്ഷമാണ്, നമ്മൾ ന്യൂനപക്ഷം മതി. സ്വർഗത്തില് ന്യൂനപക്ഷേ ഉള്ളു, ഭൂരിപക്ഷം അത്രയും നരകത്തില. അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ന്യൂനപക്ഷമായാൽ മതി, നമുക്ക് എക്കാലവും ന്യൂനപക്ഷമായാൽ മതി. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉറക്കെ നിങ്ങൾ പ്രഖ്യാപിക്കണം, അള്ളാന്റെ വിഷയത്തിൽ നിങ്ങൾ ഒരു ജനത്തെയും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, ഒരു സംവിധാനങ്ങളെയും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു. ശ്രദ്ധിക്കണേ, ഇത് നമ്മൾ ചെയ്യുമ്പോൾ, പരസ്യമായിട്ട് ദീനിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പരസ്യമായിട്ട് ഒരു പണ്ഡിതൻ മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മതത്തിന്റെ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് 2 സമൂഹം ഉടലെടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഒന്ന്, അല്ലാഹു പറഞ്ഞു, നബിയെ, ബഹുദൈവ വിശ്വാസികൾ അവരെ അറിവില്ലാതെ പലരും പറയും, അത് നിങ്ങൾ അങ്ങ് അവഗണിച്ചേക്ക്, അതൊന്നും വലിയ പ്രശ്നമാക്കരുത്. അതാണ് ഇപ്പൊ നടക്കുന്നത്. ഇങ്ങനെ പ്രാകൃത നിയമമാണോ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ വരുന്നു. അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ബഹുദൈവ വിശ്വാസികൾ എന്ന വിശുദ്ധ ഖുർആൻ. എന്നാൽ ഇനി മറ്റൊരു വിഭാഗമുണ്ട്. ആരെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാ, നബിയേ, ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ, അങ്ങയെ കളിയാക്കിക്കൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട്, അധിക്ഷേപിച്ചുകൊണ്ട്, കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബേ ആളുകൾ രംഗത്ത് വരും. നബിയേ, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാ, അല്ലാഹുവാ പറയുന്നത്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനോട് എനിക്ക് പങ്കുവെക്കാനുള്ളത്, നിങ്ങൾ തീരെ
ശക്തമായി ഉറക്കെ പറയുക, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ പ്രവർത്തിക്കുക. ഇത് കണ്ടിട്ട് മുശ്രിക്കീങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് നിങ്ങളെ തെറിവിളിക്കാനും നിങ്ങൾ അവരെ ആക്ഷേപിക്കാനും നിൽക്കണ്ട. അവര് വിവരമില്ലാത്തത് കൊണ്ട് പറയുന്നതാണ്. അവരെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയുക. പിന്നെ ഒരു വിഭാഗം അവരിൽ നിന്നുണ്ടാകും. ആരാണ്? അവരെ കളിയാക്കുന്നവരാണ്, അവര് എക്സ് മുസ്ലിമീങ്ങളാണ്, അവരാക്ഷേപിക്കുന്നവരാണ്, അവര് നാസ്തികവാദികളാണ്. അവരെ പറ്റി അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നാ കഫൈനാകൽ മുസ്തഗ്സിഈൻ. അവരെ കാര്യം നിങ്ങൾ നോക്കണ്ട നബിയേ, ഞാൻ അവർക്ക് കൊടുത്തോളാം, ഞാൻ അവർക്ക് കൊടുത്തോളാം. അല്ലാഹ് പറയുന്നു, അങ്ങയെ ആക്ഷേപിക്കുന്നവർക്ക് ഞാൻ പോരെ നബിയേ? എന്നെ കൊണ്ട് കഴിയാത്തതാണോ? എന്നെ കൊണ്ട് സാധിക്കാത്തതാണോ? 5 പേരെ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഈ ആയത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. തഫ്സീറുകളിൽ 5 പേരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാണ് 5 പേരെന്നല്ലേ? ഒരു ദിവസം മഹാനായ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധമായ കഅബാലയത്തിന്റെ തൊട്ടടുത്ത് ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ തവാഫ് ചെയ്യുകയാ. മതാഫിലൂടെ തവാഫ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോ സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാം മതാഫിന്റെ ഒരു ഭാഗത്ത് ഇറങ്ങി നിൽക്കുകയാ. അത് കണ്ടിട്ട് അല്ലാഹുവിന്റെ ഹബീബ് തവാഫ് നിർത്തിയിട്ട് ജിബ്രീലിന്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുകയാ. ജിബ്രീലിന്റെ ശരീരത്തോട് ഒട്ടിരിക്കുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബിയേ എങ്ങനെയാണ് നബിയേ അസ്വദ് ബിൻ അബ്ദി യഹൂസ് എന്ന് പറയുന്നവൻ എങ്ങനെയാണ് നബിയേ? അവനെ ചൂണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, അവൻ എങ്ങനെയാ? അവിടെ കഅബാലയത്തിന്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ആരാ? അല്ലാഹുവിന്റെ റസൂലിനെ കളിയാക്കുന്ന 5 പേരിൽ ഒരാളായ അസ്വദ് ബിൻ അബ്ദി യഹൂസ് എന്ന് പറയുന്നവനെ കഅബാലയത്തിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബിനോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബിയേ അവൻ എങ്ങനെയാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബിഅസ അബ്ദുല്ലാഹ്, അവന് മോശക്കാരനാ നബിയേ. അവൻ എപ്പോഴും ഇങ്ങനെ കളിയാക്കലാ ജിബ്രീലേ, അവൻ എപ്പോഴും ഇങ്ങനെ ആക്ഷേപിക്കലാ ജിബ്രീലേ. ആ സമയത്ത് എന്താ ജിബ്രീൽ ചെയ്തെന്നറിയോ? അസ്വദ് ബിൻ അബ്ദി യഹൂസിന്റെ വയറിലേക്ക് ജിബ്രീൽ വിരൽ ചൂണ്ടുകയാ. വയറിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ സഹോദരാ, അസ്വദ് ബിൻ അബ്ദി യഹൂസിന്റെ വയറിങ്ങനെ വീർക്കാൻ തുടങ്ങി. അസ്വദ് ബിൻ അബ്ദി യഹൂസിന്റെ വയറിങ്ങനെ വീർക്കാൻ തുടങ്ങി. അതിങ്ങനെ വീർത്ത് വന്ന് വല്ലാത്ത ഛർദി പിടിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, വയറിളക്കം പിടിച്ച ഛർദി പിടിച്ചിട്ട് അസ്വദ് ബിൻ അബ്ദി യഹൂസ് ചത്തുപോയില്ലേ? പിന്നെ നല്ലപോലെ നടക്കാൻ പറ്റിയില്ല. വയറിങ്ങനെ വീർത്തിട്ട് ആ വയറ് വീർത്ത് വല്ലാത്ത അതിസാരം പിടിപെട്ടുകൊണ്ട് ഛർദിച്ചുകൊണ്ട് അസ്വദ് ബിൻ അബ്ദി യഹൂസ് എന്ന് പറയുന്ന ഇസ്ലാമിനെ കളിയാക്കിയവന്, അല്ലാഹുവിന്റെ റസൂലിനെ അധിക്ഷേപിച്ചവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാ. സഹോദരാ, ചിന്തിക്കണേ. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നത് ആരെപ്പറ്റി എന്നറിയോ? വലീദ് ബിൻ മുഗീറ എങ്ങനെയാണ് നബിയേ? വലീദ് ബിൻ മുഗീറ എങ്ങനെയാ നബിയേ? ആ സമയത്ത് വലീദ് ബിൻ മുഗീറയെ പറ്റി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അവനും വല്ലാത്ത മോശക്കാരനാണ്, അവനും വല്ലാത്ത ധിക്കാരിയാണ്, കളിയാക്കുന്നവനാണ്, ആക്ഷേപിക്കുന്നവനാണ്. ഇത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കണേ. വലീദ് ബിൻ മുഗീറയ്ക്ക് എന്താ സംഭവിച്ചതെന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉടൻ തന്നെ അതാ മഹാനായ പ്രവാചകന്റെ സമക്ഷത്തിൽ വെച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വലീദ് ബിൻ മുഗീറയുടെ കാലിലേക്ക് ചൂണ്ടുകയാ. എന്താ കാലിലേക്ക് ചൂണ്ടാനുള്ള കാരണമെന്നറിയോ? വലീദ് ബിൻ മുഗീറ ദുരഭിമാനിയാണ്. ആരുടെ മുന്നിൽ തലകുനിക്കാത്തവനാ. ഒരുപക്ഷേ നടന്നു പോകുമ്പോ കാലിനെന്തെങ്കിലും കൊണ്ടാൽ പോലും, ഒരു മുള്ളു തലച്ചാ പോലെ തല ഒന്ന് കുനിച്ചിട്ടാ മുള്ളെടുത്ത് കളയാൻ വലീദ് ബിൻ മുഗീറ തയ്യാറല്ല. കാരണം വലീദ് ബിൻ മുഗീറയുടെ ശിരസ് കുനിയുന്നത് ഇഷ്ടമല്ല. വലീദ് ബിൻ മുഗീറയുടെ കാലിൽ ഒരിക്കൽ നടന്നു പോകുമ്പോ സഹോദരങ്ങളെ ഒരു മുള്ളു തറയ്ക്കുകയാ. ആ മുള്ളിങ്ങനെ തറച്ചിരിക്കുമ്പോൾ തല ഒന്ന് കുനിച്ചിട്ട് കൈകൊണ്ട് മുള്ളെടുത്ത് കളയാൻ വലീദ് ബിൻ മുഗീറയുടെ ദുരഭിമാനം അനുവദിച്ചില്ല. അതിങ്ങനെ നടന്ന് പോകുമ്പോഴേക്ക് അതിലെ കാലിൽ കൊണ്ടിട്ട് മുറിവാവുകയാ. ആ മുറിവിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചൂണ്ടിയിട്ട്,
ഇവന് വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ കാലങ്ങ് പഴുക്കാൻ തുടങ്ങി. ആ കാല് ചലവും നീരുമൊലിക്കാൻ തുടങ്ങി. അസഹ്യമായ ദുർഗന്ധമായി. അവസാന കാല് പുഴുത്തിട്ട വലീദ് ബിൻ മുഗീറ ചത്തുപോയില്ലേ. മൂന്നാമനാരെന്നറിയോ? പ്രവാചകനോട് ചോദിക്കുകയാ. ആസ് ബിൻ വായിൽ എന്ന് പറയുന്ന ധിക്കാരിയെ ചൂണ്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ഇവൻ എങ്ങനെയുണ്ട് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അവനും മോശക്കാരനാണ് നബിയെ, ആക്ഷേപിക്കുന്നവനാണ് ജിബ്രീലേ. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി കേട്ടിട്ട് ജിബ്രീൽ എന്ത് ചെയ്തെന്നറിയോ? സഹോദരങ്ങളെ, നടന്നു പോകുന്ന കാല് വെച്ചാണല്ലോ നടന്നു പോവുക. ഒരു മനുഷ്യന്റെ കാൽപാദം മുറിഞ്ഞു പോയാൽ പിന്നെ എങ്ങനെയാ നടക്കുക? അവന്റെ നടത്തം ഇതോടെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഈ പറയുന്ന ആസ് ബിൻ വായിലിന്റെ കാലിന് നേരെ വിരൽ ചൂണ്ടുകയാ. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് അവനെ കഴുതപ്പുറത്ത് കയറി ത്വായിഫിലേക്ക് യാത്ര പോവുകയാ. അങ്ങനെ കഴുതപ്പുറപ്പിരുന്ന് ത്വായിഫിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോ സഹോദരാ, കഴുതപ്പുറത്തു നിന്നവനെ നിരത്ത് വീടുകയാ. കഴുത അവനെ മറിച്ചിട്ടത്രേ മറിച്ചിട്ടു. ഈ ആസ് ബിൻ വായിൽ എന്ന് പറയുന്നവന് ഒരു വലിയ കുറ്റിയുടെ പുറത്താ ചെന്ന് വീണത്. അത് കാലിലേക്ക് അങ്ങ് തുളച്ചു കയറിയെന്ന് മാത്രമല്ല, ഒട്ടകത്തിന്റെ പെടലി പോലെ അത് വീർക്കാൻ തുടങ്ങിയെന്നാ. ഒട്ടകത്തിന്റെ പെടലി പോലെ അത് ഊരി വീർക്കാൻ തുടങ്ങി. അവസാനം അവന് കാല് പഴുത്തിട്ട് മരിച്ചു പോവുകയാ. ഇതൊന്നും നമുക്ക് ഒരിക്കലും കള്ളിക്കളയാൻ പറ്റുന്ന ചരിത്രങ്ങളല്ല. വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഞാൻ ഒരുപാട് വിശദീകരിക്കാതെ ഞാൻ ചുരുക്കി പറയട്ടെ. നാലാമല്ലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ചോദിച്ചു, അവൻ എങ്ങനെയാ? അല്ലാഹുവിന്റെ ഹബീബ് നോക്കുമ്പോ ആരിലേക്കാ വിരൽ ചൂണ്ടിയതെന്നറിയോ? ഹാരിസ് ബിൻ ഖൈസ് എന്ന് പറയുന്ന ധിക്കാരിയിലെ നിബിധങ്ങൾ പറഞ്ഞു, ജിബ്രീലേ, അവനും മോശക്കാരനാ. അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ നോക്കിക്കോ. ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്തെന്നറിയോ? അവന്റെ തലയിലേക്ക് വിരൽ ചൂണ്ടുകയാ. അവന്റെ തലയിലേക്ക് വിരൽ ചൂണ്ടുമ്പോ അവന്റെ തലച്ചോറിന് ക്ഷതമേൽക്കുകയാണ്. ആ തലച്ചോറ് പഴുത്തിട്ട് അവന്റെ ശരീരമാ സകലം അതിന്റെ പെയിൻ വന്നിട്ട് വേദന വന്നിട്ട് അവനെ ചത്തുപോയെന്ന സഹോദരങ്ങളെ ചിന്തിക്കണേ. അഞ്ചാമതായിട്ട് വിരൽ ചൂണ്ടുകയാ. ഇത് തഫ്സീർ ഇബ്നു കസീർ അടക്കമുള്ള തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലെ കാണാം. അഞ്ചാമനാരെന്നല്ലേ? അസ്വദ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന ധിക്കാരിയാ. അവന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ടവന് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോ നബിതങ്ങളുടെ മറുപടി ഏകദേശം 4 പേരുടെയും മറുപടി പോലെ തന്നെയാ. ജിബ്രീലേ, അവന് വല്ലാത്ത ശല്യക്കാരനാ. അവനാണ് എന്നെ ആക്ഷേപിക്കുന്നവരിൽ, എന്നെ അധിക്ഷേപിക്കുന്നവരിൽ പ്രധാനി എന്ന് പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്തെന്നറിയോ? അവന്റെ കണ്ണിലേക്ക് വിരൽ ചൂണ്ടുകയാ. അവന്റെ കണ്ണിലേക്ക് വിരൽ ചൂണ്ടുമ്പോ അവന്റെ കണ്ണിന് അന്ധത ബാധിക്കുകയാ. അവന്റെ കണ്ണിനെ അന്ധത ബാധിച്ചെന്ന് മാത്രമല്ല, അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, അവന്റെ കണ്ണിന് വല്ലാത്ത വേദന വരാൻ തുടങ്ങി. അവന്റെ ശരീരത്തിന്റെ തലയിൽ വല്ലാത്ത ഭാരം തുടങ്ങി. അവന് ചുമരിലേക്ക് തല കൊണ്ടടിച്ചു. അവസാന തലയോട്ട് പിളർന്നിട്ട് അവനെ ചത്തുപോയെന്നാ. ഇതെന്തിനാണ് വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളിലും മഹാന്മാരായ മുഫസ്സിറുകൾ പരിചയപ്പെടുത്തിയതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹ് പറയുകയാണ്, അങ്ങ് പരിശുദ്ധമായ ദീനിന്റെ മൂല്യമുള്ള ആദർശങ്ങൾ ജനമധ്യത്തിൽ വിളിച്ചു പറയുമ്പോ, അങ്ങ് പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ പരസ്യമായിട്ട് ചെയ്യുമ്പോൾ ആളുകൾ അങ്ങേ കളിയാക്കിയ ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ. നബിയെ, ആര് കളിയാക്കിയാലും അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്. നിസ്കാരത്തിന്റെ വിഷയം പറയുമ്പോ, ഉളുഹിയത്തിന്റെ വിഷയം പറയുമ്പോ, പ്രായപൂർത്തിയായ പക്വതയുള്ള ഒരു പെണ്ണ് പരസ്യമായി ജനമധ്യത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ പെണ്ണിനെ ആ സ്റ്റേജിൽ കയറ്റിയിട്ട് കോമാളിത്തരങ്ങൾ കാണിക്കരുത് എന്ന് ധൈര്യമായ ഒരു പണ്ഡിതന് പറയേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉസ്താദിന്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് പറയേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ മതവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, അത് തെറ്റായ
തെറ്റാണ് എന്ന് പറയുമ്പോൾ അതിനെതിരെ മുറവിളി കൂട്ടുന്നവർ പൊതുവെ രണ്ട് കൂട്ടരാണ്. ഒന്ന്, അറിവില്ലാത്ത പച്ചപാവങ്ങൾ, അനിൽ മുശ്രിക്ക്, അവരെ അവഗണിച്ചേക്കും. അള്ളാഹുവിന്റെ വാക്കാണ്. നിങ്ങൾ അവഗണിച്ചേക്ക്, നബിയെ ഒഴിവാക്കിയേക്ക്, അത് വിട്ടേക്ക്. പിന്നെ രണ്ടാമതൊരു കൂട്ടം ആളുകളുണ്ട്, മുസ്തഹസിഈൻ. അവര് അങ്ങയെ കളിയാക്കി കൊണ്ട് നടക്കും, അവരുടെ സ്റ്റേജിലും പേജിലും കളിയാക്കും. അങ്ങനെ കളിയാക്കുന്നവരുടെ കാര്യം ഞാൻ മതി, ഞാൻ കൊടുത്തോളാം. അല്ലാഹു ഈ ആയത്തിൽ പറയുന്നു, അവര് പുറകെ അറിയും നബിയെ. സൗഫ എന്ന് പറഞ്ഞാൽ അപ്പഴല്ല കൊടുക്കൂല, അല്ല അപ്പോഴും കൊടുക്കൂല. എന്ന് പറഞ്ഞാൽ പിന്നെ അല്പം കഴിയട്ടെ, എന്തിനാ ധൃതി, ഞാൻ കൊടുത്തോളാം. ഇപ്പൊ ഒരുത്തനും ഒന്നും കിട്ടൂല. ഇവിടെ ഇസ്ലാമിനെതിരെ ആക്ഷേപിക്കുന്നവനെ എന്നെ പഠിപ്പിച്ചപ്പോൾ ഉസ്താദ് ഭാഗത്ത് പിച്ചി, ഇവിടെ പിച്ചി ഇതല്ലേ, പിച്ചി എന്നെ ഇവിടെ അടിച്ചു, അതുകൊണ്ടാണ് ഞാൻ മതം വിട്ടത്. ഒരുത്തിക്ക് പറയാനുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എന്താ പ്രശ്നം? നമ്മൾ മൂല്യമുള്ളവരാണോ? ഞാൻ ഒരു സംഘടനയോടും ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് വരെ പ്രസംഗിച്ചിട്ടില്ല, പ്രസംഗിക്കുകയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കുക. അള്ളാഹുവിനെ വിശ്വസിച്ച് അവന് വേണ്ടി ഇബാദത്തെടുക്കുന്ന എല്ലാവരോടും സമദൂര സിദ്ധാന്തം, എല്ലാവരോടും നല്ല നിലയിൽ ഇടപെട്ടുകൊണ്ട് ഒന്നിനോടും പക്ഷം പിടിക്കാതെ, ഒരു സ്വജനപക്ഷപാതമില്ലാതെ, രാഷ്ട്രീയമുണ്ടാകാം, സംഘടന ഉണ്ടാകാം, കുടുംബമുണ്ടാകാം, ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇതൊക്കെ മനുഷ്യന് വേണ്ടതല്ലേ. പക്ഷെ അതോടൊപ്പം അപ്പുറത്ത് നിൽക്കുന്ന, പ്രതിപക്ഷത്ത് നിൽക്കുന്നവനെ ബഹുമാനിക്കാനുള്ള നല്ല വിശാലമായ മനസ്സുണ്ടായിരിക്കവേ ഒരാൾ അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് പാവപ്പെട്ടവന്റെ വിശപ്പറിഞ്ഞ് മറ്റുള്ളവർക്ക് സഹായം കൊടുത്ത് കഴിയുന്ന രീതിയിൽ കാണുമ്പോൾ പുഞ്ചിരിച്ച് സ്വർഗത്തില് ഉന്നതമായ പദവി, അല്ല ഏറ്റവും മുകളിലത്തെ തട്ട് കൊടുക്കുന്ന ആർക്കാ? സക്കാത്ത് കൊടുത്തോനല്ല, ഹജ്ജിന് മക്കത്ത് പോയവനല്ല, പാവങ്ങളെ സഹായിച്ചവനല്ല. സ്വർഗത്തിന്റെ മുകളിലത്തെ തട്ടല്ല കൊടുക്കുന്ന, ഏറ്റവും മുകളിലെ തട്ട് കൊടുക്കുന്ന ആരാ? ആർക്കാ? കാണുമ്പോ ഒന്ന് ചിരിക്കുന്നവൻ. എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ കളയി പോട്ടെ എന്ന് പറയുന്നവൻ. സൽസ്വഭാവിക്കല്ല കൊടുക്കുക. നമ്മളെ കൊണ്ട് കഴിയൂലേ? കാണുമ്പോ ചിരിക്കാത്തത് കൊണ്ട് അള്ളാഹു മാസ്ക് ഇറക്കിയത്. കോവിഡിന് മുമ്പ് കാണുമ്പോ ചിരിക്കൂല, ഇത് വരുമ്പോ മറ്റൊരാണ്, മറ്റേ പാർട്ടിയാണ് എന്നും പറഞ്ഞ് ചിരിക്കാതെ നടന്നു. ഇപ്പൊ ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചിരിക്കുകയാണോ കരയാണോ എന്ന് അറിയില്ല അപ്പുറത്തിരിക്കുന്നവന്. കാരണം അള്ളാഹു തആല മാസ്ക് വെച്ച്, ആവരണം വെച്ച് അള്ളാഹു മൂടിക്കളഞ്ഞു അല്ലേ? അടുത്ത് നിൽക്കി ഉസ്താദന്മാര് പള്ളിയിൽ സഫ് കെട്ടുമ്പോ എന്താ പറയുന്നത്? അടുത്തടുത്ത് നിൽക്ക് എന്ന് പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇമാമികൾ എന്താ പറഞ്ഞത്? ഒരടി മാറി നിൽക്കണം, പരസ്പരം ചേർന്ന് നിൽക്കരുത്, എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയേണ്ടി വന്നു മെഹ്റാബിൽ നിന്നാണ്. ഇല്ലേ? എന്താ കാര്യം? അടുത്ത് നിൽക്കാൻ പറഞ്ഞപ്പോ അപ്പുറത്ത് നിൽക്കുന്നവന്റെ പാർട്ടിയുടെ, അവന്റെ സംഘടനയുടെ, കൊടിയുടെ, രാഷ്ട്രീയത്തിന്റെ ഒക്കെ അവസ്ഥകൾ നോക്കിയിട്ട് നമ്മൾ അകലം പാലിച്ചു. അള്ളാഹു പറഞ്ഞു അങ്ങനെ അല്ല നിന്നു, അല്പം കൂടെ അകന്നോളാന്ന് പറഞ്ഞു. കാണുമ്പോ തൊടാൻ മടിയായിരുന്നു. ഞാനിപ്പോ ബഹുമാനപ്പെട്ട ഹാരിസ് ഉസ്താദിന്റെ കയ്യിലേക്ക് നമ്മൾ രണ്ടുപേരും 10 വിരലുകൾ ചേർത്ത് വെച്ച് 20 വിരലുകൾ ചേർത്ത് ഇങ്ങനെ ആത്മാർത്ഥമായി പിടിച്ചാൽ എന്താ സംഭവിക്കുക? അതിന്റെ ഇടയിലൊന്നും വെക്കണമെന്നൊന്നുമില്ല. അത് മറക്കത്തിന് വേണ്ടി വേണമെങ്കിൽ ഇമാമിന് വെച്ചുകൊടിക്കുക. അതല്ല, 10 വിരലുകൾ തമ്മിൽ 20 വിരലുകൾ ചേർന്നിട്ട് ഇങ്ങനെ പിടിച്ചാൽ സംഭവിക്കുന്നത് എന്റെയും ഹാരിസ് ബാക്കവി ഉസ്താദിന്റെയും ജീവിതത്തിൽ ചെയ്തു പോയ ചെറിയ ചെറിയ പാപങ്ങൾ വെള്ളത്തുള്ളി വീഴും പോലെ താഴേക്ക് വീഴും. സുബ്ഹാനല്ലാഹ്. നമ്മളെന്താ പറഞ്ഞേ? തൊടാതെ മാറി. ഇപ്പോ ഉസ്താദന്മാരൊക്കെ കോട്ടിന്റെ ഈ പോക്കറ്റ് കയ്യും വെച്ചാൽ നടക്കുന്ന, ആർക്കും കൈ കൊടുക്കൂല. കാരണം എന്താണെന്നറിയോ? കോവിഡല്ലേ. ചെറുപ്പക്കാരൊക്കെ പാന്റിന്റെ പോക്കറ്റ് കൈയിടാൻ തുടങ്ങി. ആരോട് കൈ ചോദിച്ചാൽ ഇങ്ങനെയാക്കുന്നത്, ആരും കൈ തരില്ല. എന്താണെന്നറിയോ? ഇവൻ എവിടെ പോയിട്ട് വന്നെന്ന് പറയാൻ പറ്റില്ല. അള്ളാഹു അങ്ങനെയാക്കി. ഇനി എപ്പോഴെങ്കിലും നമ്മള് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവന്റെ കൈ കയറി പിടിച്ചാൽ ഉടനെ അവൻ ചെയ്യും, ശരീരത്തൊന്നും തൊടില്ല, അവൻ ഇങ്ങനെ തന്നെ വെച്ചേക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവനെ നിങ്ങൾ മാറി നിന്ന് വാച്ച് ചെയ്യണം. അവൻ നേരെ പോയിട്ട് ഒന്നുകിൽ സാനിറ്റൈസ് ചെയ്യും, അല്ലെങ്കിൽ അവൻ കൈ കഴുകി കളയും. ആ അവസ്ഥയിലാക്കിയില്ലേ പടച്ചതും കൂടെ? ആ അവസ്ഥയിലാക്കിയില്ലേ? എന്നിട്ട് നമ്മൾ പഠിച്ചോ? ഏറ്റവും കൂടുതൽ വർഗീയത ഉണ്ടായത് എപ്പോഴാ? ഈ കോവിഡിന് ശേഷം. ഏറ്റവും കൂടുതൽ മറ്റുള്ള സംഘടനകളും മറ്റുള്ള പ്രശ്നങ്ങളും ഉണ്ടായത് എപ്പോഴാ? ഈ കോവിഡിന് ശേഷം.
നമ്മൾ പഠിച്ചില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഉറക്കെ പറയുന്നതിന്, ദീനിന്റെ കാര്യങ്ങൾ ഉറക്കെ ചെയ്യുന്നതിന് ആരുടെയും മുഖം നോക്കണ്ട, ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട, ആരുടെയും അഭിനന്ദന പ്രവാഹങ്ങൾ നമുക്ക് വേണ്ട, ആരും നമ്മളെ ചേർത്ത് നിർത്തണ്ട, ആരും നമ്മളെ നല്ലവരാണെന്ന് പറയണ്ട. ആത്മാർത്ഥമായി നമ്മൾ മുസ്ലിമായി സൽസ്വഭാവിയായി ജീവിച്ചാൽ നമ്മുടെ മുകളിൽ പരുന്ത് പറക്കുവോ. അല്ലാഹു പറഞ്ഞത് നിങ്ങളാണ് ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ, ഏറ്റവും അംതുമുൽ അഅലമു, നിങ്ങളാണ് ഉന്നതർ, നിങ്ങളുടെ മുകളിൽ ലോകത്ത് വേറെ ആരുമില്ല. നമ്മുടെ ക്വാളിറ്റി അതാണ്. അള്ളാഹു നല്ല ക്വാളിറ്റിയുള്ള മുസ്ലിമീങ്ങളാക്കി മുഅ്മിനീങ്ങളാക്കി നമ്മളെ മാറ്റട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ പറയുമ്പോ രണ്ട് കൂട്ടം ആളുകൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. നമ്മൾ അവരെന്ത് ചെയ്യുക? അവഗണിക്കുക. പക്ഷേ ശ്രദ്ധിക്ക്, വിശുദ്ധ ഖുർആനിന്റെ തർത്തീബ് നോക്ക്, ആയത്തിന്റെ ക്രമീകരണം നോക്ക്. എങ്കിലും ഉസ്താദെ എത്ര അവഗണിച്ചാലും, ചില ചെറുപ്പക്കാർ പറയുന്നതാണ്, ഞാനോ കൂട്ടത്തിലുള്ള ഒരാളാണ്, ചിരിയൊക്കെ എന്താണ് ഈ എരിവും പുളിയൊക്കെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, അങ്ങനെ ഒരാളാ ഞാൻ തുറന്നു പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ എത്രയൊക്കെ അവഗണിച്ചാലും, കളിയാക്കുന്നവർക്ക് അല്ല കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞാലും യവനൊക്കെ എതിരെ ഒരു വാക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല. ചില ആളുകൾക്കുള്ള പരിഭവമാണത്. ഹൃദയത്തിൽ വല്ലാത്തൊരു വിഷമം ഉസ്താദ് ഇതൊക്കെ കേൾക്കുമ്പോ എങ്ങനെ പ്രതികരിക്കാതിരിക്കുക? ഇത് അല്ലാഹ് പറഞ്ഞില്ലേ? അല്ലാഹ് എന്താ പറഞ്ഞത്? ഓ പ്രവാചകരെ, വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ, വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ. അവർ അല്ലാഹുവിനെ ആക്ഷേപിക്കുമ്പോ, പുണ്യ പ്രവാചകനെ ആക്ഷേപിക്കുമ്പോ ഇന്ന് വന്ന് എന്താ ചെയ്യുന്നതെന്നറിയോ സഹോദരങ്ങളെ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലും ആക്ഷേപിക്കുകയാ. ഒരു പെണ്ണെന്ന് പോലും പറയാൻ മടിക്കുന്ന, ഒരു പെണ്ണാണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന, ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ഒരു ജന്മമായ ഒരു മുസ്ലിം പെണ്ണിന്റെ പേരുള്ള, ഞാൻ പേര് പറയുന്നില്ല, അത് പേടിച്ചിട്ടല്ല, ആ പേര് പറഞ്ഞിട്ട് എന്റെ വായ അശുദ്ധമാക്കണ്ട. ആ പേര് പറഞ്ഞിട്ട് സയ്യിദ് അഹ്മദ് റിഖാബ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഈ മജ്ലിസ് മോശമാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ പേര് ഞാൻ പറയാത്തതാണ്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത്, അതിന്റെ ബേസ് എന്ന് പറയുന്നത്, അതിന്റെ ഏറ്റവും ആ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു പെണ്ണ. അവളാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ ആക്ഷേപിച്ചു നടക്കുന്നത്. അവളാണ് ഇടയ്ക്ക് ജുമുഅ തുടങ്ങിയത്. അവളാണ് മദ്രസയിൽ അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചിരുന്ന പെണ്ണ്. അത് പെണ്ണെന്ന പേരിനോട് പോലും കടപ്പെടാൻ യോഗ്യതയില്ലാത്ത ഒരു നശിച്ച ജന്മമുണ്ടല്ലോ. ആ പെണ്ണാരെയാ പറഞ്ഞത്? എന്റെയും നിങ്ങളുടെയും പുണ്യ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ, നമ്മുടെ ഉമ്മമാരാണെന്ന് പരിചയപ്പെടുത്തിയ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന്റെ ചൂടേറ്റ് വാങ്ങിയ അവിടത്തെയുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ പറ്റി പോലും വളരെ മോശമായ പദപ്രയോഗങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ഭദ്രകാളി ജന്മമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിനെതിരെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്നുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാനുള്ള ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങൾ കിട്ടുമ്പോൾ പ്രതികരിക്കാൻ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളാറുണ്ട്. കാരണം നമ്മുടെ സ്വത്വബോധത്തെ കടന്നാക്രമിക്കുമ്പോ അതിനെതിരെ ഒരക്ഷരം പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. നമ്മുടെ ഹൃദയം വേദനിക്കാറുണ്ട്, നമ്മുടെ ഹൃദയം നോവാറുണ്ട്. അതിന് വല്ലാത്ത നീറ്റലാണ്, വല്ലാത്ത വേദനയാണ്. ഇത് അല്ലാഹു തന്നെ പറയുകയാണ്, വലഖദ് നഅലമു, നബിയേ നമുക്കറിയാം, അന്നക യളീഖു സദ്റുക, അങ്ങയുടെ ഹൃദയത്തിൽ വല്ലാത്ത പടപ്പുണ്ടെന്ന്, ബിമാ യഖൂലൂൻ, അവര് പറഞ്ഞതിനെ പറ്റി അങ്ങയുടെ ഹൃദയത്തിൽ വല്ലാത്ത സങ്കടമുണ്ടെന്ന് എനിക്കറിയാം നബിയേ, എനിക്കറിയാം പ്രവാചകരെ. അല്ലാഹു പറയുകയാണ്. നമുക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? നെതർലാൻഡിൽ ഇരുന്നുകൊണ്ട് ഒരു വൃത്തികെട്ടവൻ, നെതർലാൻഡിൽ ഇരുന്നുകൊണ്ട് അവൻ ഇങ്ങനെ ഒരു ചാനൽ പ്രവർത്തിക്കുന്ന, വലിയ ഒരു വാർത്താ ചാനൽ നിയന്ത്രിക്കുന്ന ഒരാളെ പോലെ അവന്റെ കുറെ പിന്നെ ഭക്ഷണം കഴിച്ചിരുന്ന ആളുകളെ കൊണ്ടിരുത്തിയിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് അവൻ ഇങ്ങനെ മറുപടി പറയാ ഇസ്ലാമിനെ പറ്റി. യവൻ ആരടാ ഇസ്ലാമിനെ പറ്റി മറുപടി പറയാൻ? യവൻ ആരാ? ഇങ്ങനെ പറഞ്ഞിട്ട് അവനെതിരെ
എന്തെങ്കിലും കേസെടുക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഏതോ ഒരു ഒളിത്താവളത്തിൽ പോയിരുന്ന് 35,000 40,000 മൊബൈൽ എടുത്തു വെച്ചിട്ട് ലൈവ് ഇട്ടുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ആക്ഷേപിക്കുമ്പോൾ, നബിതങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ, ഖുർആനിനെ ആക്ഷേപിക്കുമ്പോൾ, വിശുദ്ധ ദീനിനെതിരെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഇവിടുത്തെ നല്ല ഹിന്ദുക്കളായ സഹോദരങ്ങൾ അത് വിശ്വസിക്കൂല. ഇവിടുത്തെ ക്രിസ്ത്യാനികളായ നല്ല സഹോദരങ്ങൾ വിശ്വസിക്കൂല. ഇവിടുത്തെ ഒരു മതവിശ്വാസികളും അത് ഉൾക്കൊള്ളൂല. മതമില്ലാത്ത കൺവെർട്ട് ചെയ്യപ്പെട്ട, മതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്യപ്പെട്ട് ഒരു പ്രത്യേക മതവിഭാഗമായി, അങ്ങനെയാ ഒരു പ്രത്യേക മതവിഭാഗമായി രാജ്യത്തിന് തന്നെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വിഭാഗം ആളുകളല്ലാതെ ഇതൊന്നും വിശ്വസിക്കുമെന്ന് കരുതണ്ട. അവനെതിരെ ഒരു വാക്ക് നമ്മൾ പറയാതിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഉറക്കം വരിക? എനിക്കുറക്കം വരില്ല. അള്ളാഹുവിനെ പറ്റി പറയുന്ന അത് ഉദ്ധരിക്കാൻ, ഹിക്കായത്ത് ചെയ്യാൻ പോലും നമ്മുടെ നാവ് അശക്തമാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പമാർക്കറിയില്ല, ഉപ്പമാർക്കറിയില്ല. അവർക്ക് ഈ വാട്സപ്പും കാരണം ഫേസ്ബുക്ക് ഒന്നും ഇല്ലല്ലോ. അവർക്ക് ഇതൊന്നും അറിയുന്നില്ല. അവരൊന്നും അറിയുന്നില്ല. അള്ളാഹുവിനെ പറ്റി പറയുന്നത് കഞ്ചാവടിക്കുന്നവരെന്ന് അള്ളാഹിനെ പറ്റി പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ കരണം പൊട്ടിക്കാൻ തോന്നൂല. അടുത്ത് വന്നാൽ ഇവൻ അടുത്ത് വരുമോ? ഒളിത്താവളത്തിരുന്നുണ്ട് ഇങ്ങനെ വിട്ട് 35,000 രൂപയുടെ മൊബൈൽ. ഇവനൊക്കെ ആരോഗ്യമുണ്ട്, പണിയെടുത്ത് മക്കളെ തീറ്റി പൊറ്റിക്കൂടെ? അല്ലാതെ ഇസ്ലാമിനെതിരെ, കാരണം ഇസ്ലാമിനെതിരെ ഇന്നിപ്പോ യൂട്യൂബ് എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ സെർച്ചിങ് നടന്നിരിക്കുന്ന അസ്ഗർ അലിയാണ്. ഇതാണ് കഅബാലത്തിൽ കയറി ഒരുത്തൻ മൂത്രമൊഴിച്ചു. കഅബ ശരീഫിൽ കയറി ഒരുത്തൻ മൂത്രമൊഴിച്ചു. ആളുകൾ വടിയും തടിയുമായിട്ട് ചെന്നവൻ പറഞ്ഞ് അടിക്കല്ലേ, ഞാൻ മൂത്രമൊഴിച്ച് എന്തിനാന്ന് ചോദിച്ചിട്ട് നിങ്ങൾ അടിക്കും. എന്തിനാണ് നീ മൂത്രമൊഴിച്ചത്? ലോകത്ത് അറിയപ്പെടണമെങ്കിൽ ഒന്നെങ്കിലും നന്മ ചെയ്യണം. അതെല്ലാം എന്നെ കൊണ്ട് പറ്റൂല നന്മ ചെയ്യാൻ. പിന്നെ ആകെ ഉള്ള ഏറ്റവും വലിയ കറാമ്പറപ്പ് ചെയ്യണം, ഞാൻ ചെയ്തത്ര തന്നെ ലോകത്ത് അറിയപ്പെടാനല്ലേ ആളുകളൊക്കെ ഇങ്ങനെ കിടന്ന് മത്സരിക്കുന്നത്. നമുക്ക് എന്ത് നേട്ടം, നമുക്ക് എന്ത് കോട്ടം? പൂച്ചയെ പോലെയാ. 100 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന്, UAE ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന്, അല്ലെങ്കിൽ ക്ലോക്ക് ടവറിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വലിയ ഏറ്റവും വലിയ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് എടുത്തെറിഞ്ഞാൽ പോലും പൂച്ച വീഴുന്നത് 4 കാലിലാണ്. തല കീപ്പോട്ടാക്കി എറിഞ്ഞു നോക്കിയാൽ 4 കാലിലെ പൂച്ച വീഴൂ. നമ്മൾ അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ. നമുക്ക് പ്രളയം വന്നാലും ഒന്നുമില്ല, കൊടുങ്കാറ്റ് വന്നാലും ഒന്നുമില്ല, നിപ്പ വന്നാലും ഒന്നുമില്ല, വൈറസ് വന്നാലും ഒന്നുമില്ല, വൈറലായാലും ഒന്നുമില്ല, വയറ്റിലായാലും ഒന്നുമില്ല. നമുക്ക് എന്ത് വന്നാലും ഒരു പ്രശ്നവും ഇല്ല. കാരണം എന്താ? സന്തോഷം വന്ന അൽഹംദുലില്ലാ, ദുഃഖം വന്ന അൽഹംദുലില്ലാ. ഇതാണ് മുസ്ലിം. ഇനി അങ്ങ് കോവിഡ് ഒന്ന് മരിച്ചുപോയി, എന്ത് ചെയ്യാനാ? അൽഹംദുലില്ലാ, ശരീരത്തിന്റെ കൂലി. കോവിഡ് വന്നിട്ട് മരിച്ചില്ല, നിന്റെ പാപം മൊത്തം പുറത്ത്. കോവിഡ് വന്നില്ല, അൽഹംദുലില്ലാ, ആരോഗ്യം കിട്ടിയല്ലോ, അന്നേരം നിസ്കരിക്കാൻ പറ്റിയല്ലോ. എന്താ നമ്മുടെ കുഴപ്പം? പറയും. നമുക്ക് എന്താ പ്രശ്നമുള്ളത്? കടം വന്ന എന്താ? മാനസികമായി നമ്മൾ അനുഭവിച്ച വിഷമങ്ങൾക്ക് അല്ലാഹു നമ്മുടെ പാപം പുറത്തു. നമുക്ക് കടം വന്നില്ല, അൽഹംദുലില്ലാ, മക്കൾക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുത്ത്. നമുക്ക് എന്ത് പ്രശ്നം? ഒന്നുമില്ല. അതാണ് പറഞ്ഞത്, അവന് ഖൈർ വന്നാലും അവന് ശർറ് വന്നാലും സന്തോഷം വന്നാൽ അവൻ നന്ദി രേഖപ്പെടുത്തും. ദുഃഖം വന്നാൽ, പരീക്ഷണം വന്നാൽ അവൻ ക്ഷമിക്കും. ഇതാണ് വിശ്വാസി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയുകയാണ്, ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇസ്ലാമെങ്കിൽ അതിന്റെ കർമ്മങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്യണം. തൊപ്പി വെക്ക്. ചില ആളുകൾ പറയും തൊപ്പി വെച്ചുകൊണ്ട് അവിടെ കയറുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ ഒപ്പിട്ട് കിട്ടൂല. വേണ്ടടോ, ആ ഒപ്പ് എനിക്ക് വേണ്ട, ആ സൈൻ എനിക്ക് വേണ്ട. അതുവഴി എനിക്ക് എന്താണോ നഷ്ടപ്പെടുന്നത്? ഈ ലോകം മുഴുവനും നഷ്ടപ്പെട്ടാലും, ആകാശം നഷ്ടപ്പെട്ടാലും, ഭൂമി നഷ്ടപ്പെട്ടാലും, ഒരു തുള്ളി വെള്ളം എനിക്ക് കുടിക്കാൻ കിട്ടാതെ ഞാൻ വിശന്നും ദാഹിച്ചും മരിക്കേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമല്ല. എന്റെ ഹബീബ് എനിക്ക് പഠിപ്പിച്ചു തന്ന തൊപ്പി ഞാൻ എടുത്തിട്ട് എനിക്കൊന്നും നേടണ്ട പറയാൻ എത്ര മുസ്ലിമീങ്ങൾക്ക് കഴിയും?